നമ്മുടെ ഈ ഒരു ജീവിതകാലത്ത് കണ്ട വലിയ ഫുട്ബോൾ ഇതിഹാസങ്ങൾ, ഇപ്പം ദിലീപാണെങ്കിൽ അതിലും കൂടുതൽ അവരെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ പോലും നമ്മളെ സാധാരണ ഫുട്ബോൾ കാണുന്ന എന്നെ പോലെയുള്ള ആൾക്കാരുടെ ഇടയിൽ ലയണൽ മെസ്സി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ലെജൻഡാണ്, ഒരു സംശയമില്ലാത്ത രീതിയിൽ. കാരണം മറഡോണയും കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു മുന്നോട്ട് ജീവിക്കാനൊക്കെ പ്രചോദനം തരുന്ന ഒരു വലിയ പ്രതിഭാസമാണ്. ആ ഒരു വലിയ പ്രതിഭാസം ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഫോമിലാണ് നമ്മൾ ഈ കഴിഞ്ഞ 3-4 കളികളിൽ കാണുന്നത്. ആ വലിയൊരു രാഷ്ട്രമായിട്ടുള്ള ലയണൽ മെസ്സിയോടാണ് ചെറിയ രാഷ്ട്രമായിട്ടുള്ള കേപ്പ് വെർദെ ഇന്ന് രാത്രി മത്സരിക്കുന്നത്. അതിനകത്ത് ആര് ജയിക്കും എന്നൊക്കെയുള്ളത് നമ്മളിപ്പം ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് ആൾക്കാർക്ക് വലിയ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. ഈ വലിയ രാഷ്ട്രത്തോടും വലിയൊരു പ്രതിഭാസത്തോടും മത്സരിക്കുന്ന ഒരു ചെറിയ രാഷ്ട്രം എന്നുള്ളത്. എന്നാൽ പോലും നമുക്ക് ഒരു അർജന്റീന എന്നുള്ള ഒരു ഫുട്ബോൾ രാഷ്ട്രത്തിനോട് തോന്നേണ്ട ബഹുമാനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തോന്നുന്ന രീതിയിലുള്ള കളിയൊന്നും അല്ല അവർ. അത്രയും ഡോമിനൻ്റ് ആയിട്ടൊന്നല്ല കളിച്ചിട്ടുള്ളത്. അത്രയും വലിയ എതിരാളികൾ വന്നിട്ടുമില്ല. ചെറിയൊരു എതിരാളിയാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. ഈ കളിയെ വെച്ച് മാത്രം പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ കളി ഒരു ഫുട്ബോളിംഗ് ഒരു പ്രേമി എന്നുള്ള രീതിയിലും എഴുത്തുകാരൻ എന്നുള്ള രീതിയിലും ദിലീപിനെ തോന്നിപ്പിക്കുന്നത്? ഇതൊരു മറ്റേ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഡേവിഡ് ഗൊളാത്ത് സ്റ്റോറിയാണ്, അത്രേ ഉള്ളൂ. അതിനപ്പുറം അർജന്റീനയുടെ ഭാഗത്തുനിന്ന് അവരുടെ ശ്രദ്ധ ഇന്ന് പരിക്കൊന്നും കിട്ടാതെ മെയിൻ കളിക്കാർ 90 മിനിറ്റിൽ അല്ലെങ്കിൽ 60-70 മിനിറ്റ് ഒക്കെ ഫിനിഷ് ചെയ്ത് അടുത്ത റൗണ്ടിൽ എത്തുക, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഇതവർക്ക് വലിയൊരു കടമ്പയായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അവർ വളരെ എളുപ്പത്തിൽ ജയിക്കേണ്ട ഒരു കളിയാണ്. ഞാനത് കേപ്പ് വെർഡെ മോശമാക്കി പറയല്ല, പക്ഷെ അവർ ഈ ലോകകപ്പിലത്തെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ക്വാളിഫൈ ചെയ്തത്. അത് നമുക്ക് പറയാതെ പറ്റില്ല. സ്പെയിൻ അന്ന് ഒരു വളരെ ഓഫ് ഡേ ആയിരുന്നു. കുറെ ചാൻസസ് സൃഷ്ടിച്ചു, പക്ഷെ നല്ല ചാൻസസ് ആയിരുന്നില്ല. വളരെ സ്ലോ ബിൽഡപ്പായി കളിക്കുമ്പോൾ ഇങ്ങനത്തെ ഡീപ്പായി ഡിഫെൻഡ് ചെയ്യുന്ന ടീംസിന് പിടിച്ചു നിൽക്കാൻ പറ്റും. ഓസ്ട്രിയക്കെതിരെ സ്പെയിൻ അത്രയും നന്നായി ജയിക്കാൻ കാരണം ഒരു ബോൾ മൂവ്മെന്റ് വളരെ സ്പീഡിലാക്കി. അപ്പൊ അതുണ്ടായിരുന്നില്ല കേപ്പ് വെർഡെക്കെതിരെ. പിന്നെ ആ ഗ്രൂപ്പിൽ സൗദി അറേബ്യ മോശം ടീമായിരുന്നു. ഉറുഗ്വേ പിന്നെ അവരുടെ മാനസികമായിട്ടുള്ള ബാലൻസ് തെറ്റിയ ഒരു ടീമിന്റെ അപ്പൊ അത് കാരണം ആ ഗ്രൂപ്പിൽ നിന്ന് മുന്നേറിയത് അത്രയൊരു മുമ്പ് ഈ ടൂർണമെന്റിന് മുമ്പ് നമ്മൾ സംസാരിക്കുകയായിരുന്നെങ്കിൽ അതൊരു വലിയ അട്ടിമറി എന്ന് പറയായിരുന്നു. പക്ഷെ ഉറുഗ്വേയുടെ ആ പ്രദർശനം വെച്ചിട്ടും സൗദിയുടെ പ്രദർശനം വെച്ച് നോക്കുമ്പോൾ അത് അത്ര വലിയൊരു അതിശയമായിരുന്നില്ല. Camely Diamond and Gold, setting trends, Calicut. ഈ മെസ്സി എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടല്ലോ, നമ്മൾ തുറന്ന് പറയാൻ പോകുന്നുണ്ട് റൊണാൾഡോയുടെ ഇന്നത്തെ പെർഫോമൻസ് ഒക്കെ വെച്ച്. എന്നാലും മെസ്സി ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് അല്ലേ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതെ, അത് ആ ടീം അന്തരീക്ഷം മുഴുവൻ അതെങ്ങനെ മാക്സിമം മെസ്സിയുടെ അടുത്തുനിന്ന് കിട്ടാൻ പറ്റുന്നുള്ളതിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആണ് അത് ആ ടീമിന്റെ. അപ്പൊ അത് തീർച്ചയായിട്ടും മെസ്സിയെ സഹായിച്ചിട്ടുണ്ട്, ടീമിനെയും സഹായിച്ചിട്ടുണ്ട്. ടീമിലിപ്പോ മറ്റേ ടീമിന്റെ ശ്രദ്ധ മുഴുവൻ മെസ്സിയിലാവുമ്പോ ബാക്കി കളിക്കാർക്ക് ചാൻസസ് കിട്ടും ചെയ്യും. അത് നമ്മളിപ്പോ ഇതുവരെ അധിക ഗോളും മെസ്സിയാണ് അടിച്ചതെന്നുണ്ടെങ്കിലും ഇനി വരാൻ പോണ മാച്ചസിൽ വേറെ ആൾക്കാർക്ക് അനേക ചാൻസസ് ഉണ്ടാവും, ശ്രദ്ധ മുഴുവൻ ഒരു കളിക്കാരന്റെ മേധ ആവുമ്പോ. ഈ കേപ്പ് വെർദെ എടുക്കുന്ന ഒരു ടാക്ടിക്സ് എത്ര ചെറിയ രാഷ്ട്രമാണെങ്കിലും വലിയ രാഷ്ട്രത്തിനോട് നേരിടുമ്പോഴായാലും ചെറിയ രാഷ്ട്രത്തിനോട് നേരിടുമ്പോഴായാലും അവർക്ക് ഒരു ടാക്ടിക്സ് ഉണ്ടാവുമല്ലോ, ഒരു ഗെയിം ടാക്ടിക്സ് ഉണ്ടാവും. അത് എന്തായിരിക്കും അവര് ഇതുവരെ ഇത്രയും ദൂരം എത്തിയത്? അതിപ്പോ ആഫ്രിക്കൻ ക്വാളിഫയിങ് കാമറൂണിന്റെ ഗ്രൂപ്പിൽ നിന്നാണ് അവർ കയറിയത്. പിന്നെ ഇപ്പൊ ഈ ലോകകപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. അത് നല്ല ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യും. കൗണ്ടർ അറ്റാക്കിൽ മികവുള്ള 1-2 കളിക്കാരുണ്ട്. ലിബ്രമെന്റോ എന്ന് പറഞ്ഞൊരു ഫോർവേഡ്, കെവിൻ പീന മിഡ്ഫീൽഡിൽ നിന്ന് ഇടയ്ക്ക് മുന്നോട്ട് പോകും. അങ്ങനെ 2-3 കളിക്കാരുണ്ട് അവർക്ക്. പക്ഷെ ഈ ഒരു കളിയിൽ അവർക്ക് കുറെ ഓടേണ്ടി വരും, ബോള് കിട്ടില്ല അധികം. 70% ബോൾ അർജന്റീനയുടെ അടുത്തായിരിക്കും, ചിലപ്പോൾ 80% വരെ. അപ്പൊ പ്രത്യേകിച്ച് ഡേ ടൈം കിക്ക് ഓഫ് കളിയിലുള്ള ഒരു പ്രശ്നം എന്താന്ന് പറയുമ്പോൾ കളിക്കാർ വേഗം ഓടി തളരും. ബോൾ ഇല്ലാതെ ഓടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. മറ്റേ ടീമിന്റെ അടുത്ത് ബോൾ ഉള്ളപ്പോ നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്തോണ്ടിരിക്കുകയാണ്, അവരുടെ ഒരു എനർജിയും പോണുമില്ല. അപ്പൊ അതായിരിക്കും ഒരു വലിയൊരു ടെസ്റ്റ് അവർക്ക്. ഈ നമ്മളിപ്പം ലയണൽ മെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും വലിയൊരു കളിക്കാരൻ, അതായത് ഈ കേപ്പ് വെർദെയിൽ കളിക്കുന്ന എല്ലാവരുടെയും ആരാധനാമൂർത്തിയും മെസ്സി ആയിരിക്കും. ഇതിനകത്ത് കളിക്കുന്ന ആൾക്കാരുടേതും മെസ്സിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു
ഇതിനകത്ത് എന്ത് തരത്തിലുള്ള എനർജിയാണ് കേപ്പ് വെർദെ ടീമിൻ്റെ അകത്ത് വർക്ക് ചെയ്യുക? കാരണം ഒരു വലിയ ലെജൻഡിൻ്റെ കൂടെ കളിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോങ്കോയുടെ ഗോളി ഇത് കഴിഞ്ഞതിന് ശേഷം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. കാരണം വെച്ചാൽ ഞാൻ മാക്സിമം ശ്രമിച്ചു, കാരണം നമുക്കറിയാവുന്ന എത്രയോ ഗോളുകൾ അയാൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനം മൂപ്പർ പറഞ്ഞു, ഇത് ഹാരി കെയിൻ്റെ 2 ഗോളുകളായതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു കളിക്കാരൻ്റെതാണ്. അതുപോലെ ഇതിനകത്ത് ഈ ആരാധനയും ഈ പറഞ്ഞ മെസ്സി എന്നുള്ള വലിയൊരു ദൈവതുല്യമായ ഒരു സംഭവം വരുന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ കളിക്കാർ? പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് തീർച്ചയായിട്ടും അതൊരു എനർജി കൊടുക്കും. എന്താ വെച്ചാൽ ഈ 60 കൊല്ലം മുമ്പ് നോർത്ത് കൊറിയ ലോകകപ്പിൽ, ഇംഗ്ലണ്ടിലത്തെ ലോകകപ്പിൽ കളിച്ച് അവർ ക്വാർട്ടർ ഫൈനലിലെത്തി. അതിനെപ്പറ്റി കുറെ കൊല്ലം കഴിഞ്ഞിട്ട് BBC ഒരു ഡോക്യുമെന്ററി ചെയ്തു ആ കളിക്കാരെ പറ്റി. അതിന്റെ ടൈറ്റിൽ ദ ഗെയിം ഓഫ് ദ ലൈഫ്സ് എന്നായിരുന്നു. ശരിക്കും ഇത് ഈ കേപ്പ് വെർഡെ കളിക്കാർക്ക് ഇത് അവരുടെ ദ ഗെയിം ഓഫ് ദ ലൈഫ്സ് ആണ്. അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച കളിക്കാരന്റെ എതിരെ കളിക്കാൻ പോവുകയാണ്. അത് എല്ലാ കാലത്തും ആൾക്കാരത് ഓർമ്മിക്കും, അവരുടെ രാജ്യത്തും വേറെ സ്ഥലങ്ങളിലും. അപ്പൊ അത് കാരണം ഇതിലൊരു കളിക്കാരൻ എങ്ങാനും ഗോൾ അടിക്കാൻ പറ്റി അല്ലെങ്കിൽ വൊസീനയ്ക്ക് ആദ്യം വല്ല സേവ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ഒരു കാലത്തും ആൾക്കാർ മറക്കില്ല. അത് കാരണം അത് അവർക്ക് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ അവർ കാണും. ഈ നമ്മളൊരു വളരെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്, അതിപ്പം ദിലീപിനോടായതുകൊണ്ട് ചോദിക്കുകയാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ കേപ്പ് വെർദെ ഒരു അട്ടിമറി സൃഷ്ടിക്കുകയാണെന്ന് വിചാരിക്കുക, അതും നമ്മൾ ഫുട്ബോളിൽ അത് കാണണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ആഫ്രിക്കൻ അറ്റ്ലാന്റിക് നേഷൻ എന്നുള്ള രീതിയിൽ ഈ കേപ്പ് വെർദെ ഉണ്ടാക്കുന്ന ഫുട്ബോൾ റവല്യൂഷൻ എന്തായിരിക്കും? അത് അങ്ങനത്തെ ഒരു റിസൾട്ട് ഫുട്ബോൾ ഒരിക്കലും കണ്ടിട്ടില്ല. അർജന്റീന ആദ്യം ഒരു ആഫ്രിക്കൻ രാജ്യത്തെ കളിക്കുന്നത് ക്യാമറൂണിനാണ് 1990. ആ കളി തോറ്റു. നെറി പമ്പിഡോ ഗോൾ കീപ്പറുടെ ഒരു മിസ്റ്റേക്കിന് ഫ്രാൻസോ മാൻഡിക്ക് ഗോൾ അടിക്കുന്നു. പക്ഷെ അതിനുശേഷം 7 മാച്ചിലായിട്ട് അവരൊരു ആഫ്രിക്കൻ ടീമിനോട് തോറ്റിട്ടില്ല. ഈ കളിയിൽ ഞാൻ തീരെ പ്രതീക്ഷിക്കണമില്ല. പക്ഷെ ഫുട്ബോൾ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, ഓരോരുത്തർ ദിവസം അനുസരിച്ചിരിക്കും. പക്ഷെ ഈ 2 ടീമിന്റെയും ബെഞ്ചും എല്ലാം നോക്കുമ്പോൾ ഒരു വിധത്തിലും നമുക്കൊരു കേപ്പ് വെർഡെ ജയം കാണാൻ പറ്റും. ഇന്നത്തെ കളിയിൽ പിന്നെ ദിലീപ് പ്രവചിക്കുക ഏതാണ്ട് അർജന്റീനയുടെ വിജയം എത്ര എന്നുള്ള രീതിയിലായിരിക്കും? ഇതൊരു വലിയ സ്കോർ ആവാൻ സാധ്യതയുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് 98 ലോകകപ്പിൽ അർജന്റീന ജമൈക്കയെ കളിച്ചു. ജമൈക്കയെ പറ്റി ഇങ്ങനെ അതൊരു ഫീൽ ഗുഡ് സ്റ്റോറി ആയിരുന്നു, റെഗെ ബോയ്സ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട്. അതെ, അപ്പൊ അവര് ഒരു ഗോളെ ആദ്യത്തെ പകുതിയിൽ വഴങ്ങിയില്ല. ആരിയൽ ഒർട്ടേഗ ആയിരുന്നു ഒന്ന് അടിച്ചത്. പക്ഷെ അതിനുശേഷം എന്നിട്ട് കുറെ നേരം നന്നായി ഡിഫെൻഡ് ചെയ്തു. പക്ഷെ ഒരു 50 മിനിറ്റിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഈ ബോളിന്റെ പിന്നാലെ ഓടി കളിക്കാർ തളരും. പിന്നെ അർജന്റീന 4 ഗോൾ അടിച്ച് 5-0 ബാറ്റിസ്റ്റൂട്ട് ഒരു ഹാട്രിക് അടിച്ചു. അപ്പൊ ആ കളിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 60 മിനിറ്റിന് ശേഷം ഒരു ഗോൾ റഷ് പോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ കളിയിൽ. ഇതിനകത്ത് ഇത് മയാമിയിൽ വെച്ചിട്ടാണല്ലോ കളി നടക്കുന്നത്. ഇത് ഒരു പൊതുവെ ഒരു ലാറ്റിൻ അമേരിക്കൻ നഗരമാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം മെസ്സിയുടെ ഹോം ടീമുമാണ്. അത് 2 തരത്തിലും. കാരണം ഈ കരീബിയൻ പ്രാതിനിധ്യമൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ അവിടുത്തെ ഒരു ആംബിയൻസ് എന്തായിരിക്കും? ആംബിയൻസ് എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കളികൾക്ക്, പ്രത്യേകിച്ച് ബ്രസീൽ, അർജന്റീന, കൊളംബിയ വരെ ഈ ലാറ്റിൻ അമേരിക്കൻ ടീംസ് കളിക്കുമ്പോൾ ഭയങ്കര ഒരു ആവേശമാണ് ആൾക്കാർക്ക്. ഞാൻ ഇന്ന് രാവിലെ വായിച്ചു, മെക്സിക്കോന്റെ കളിക്ക് 28 മില്യൺ കാണികളാണ് US കണ്ടത് മെക്സിക്കോന്റെ കളി. അതൊരു റെക്കോർഡ് റേറ്റിംഗ് ആണ് ഒരു ഫുട്ബോൾ മാച്ച്. അപ്പൊ ഈ ലാറ്റിൻ ടീംസ് കളിക്കുമ്പോൾ എപ്പോഴും ആ ഒരു ആവേശം നിങ്ങൾ കാണും. മറ്റൊരു കളിയുള്ളത് ഓസ്ട്രേലിയ ഈജിപ്റ്റ് ആണ്. അതിനകത്ത് 2 ടീമുകളും ഏതാണ്ട് തുല്യമായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ നമ്മുടെ കേരളത്തിലൊക്കെ ഒരു ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവുക ചിലപ്പോൾ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ മുഹമ്മദ് സാലയുടെ ഈജിപ്റ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. സാല പക്ഷെ ഇന്ന് കളിക്കില്ല. അതൊന്ന് വിശദീകരിക്കുന്ന നല്ലതായിരിക്കും. അത് ഒരു ഹാംസ്ട്രിങ് പരിക്കുണ്ട്. അപ്പൊ ഇത്രയും 2-3 ദിവസമായിട്ട് ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യാണ്. അവർ റിസ്ക് ചെയ്യാനും പോകുന്നില്ല. സാല ഇല്ലാതെ അവർ ജയിക്കേണ്ട ഒരു കളിയാണ് ശരിക്കും. ആ ഫ്രണ്ട് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒമാർ മമൂഷ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളിക്കാരനാണ്. ഇമാം അഷൂർ നല്ലൊരു ഗോൾ അടിച്ചു ആദ്യത്തെ കളിയിൽ ബെൽജിയമിനെതിരെ. പിന്നെ അവർക്ക് അനുഭവമുള്ള കുറെ കളിക്കാരുണ്ട്. ഓസ്ട്രേലിയയുടെ ആണെങ്കിൽ പലരും ലോവർ ലീഗ്സിലൊക്കെ കളിക്കുന്നത്. ഇപ്പൊ ജാക്സൺ എർവൈൻ എന്ന് പറഞ്ഞ അവരുടെ മെയിൻ മിഡ്ഫീൽഡർ ഇപ്പൊ സെൻ പോളി എന്ന് പറഞ്ഞ ജർമ്മൻ 2nd ഡിവിഷനിൽ കളിക്കുകയാണ്. പിന്നെ അവരുടെ ഫുൾ ബാക്സ് എന്നായിരിക്കും അവർക്ക് അധികം വിത്ത് കിട്ടുക. ജോർഡൻ ബോസ് ഒക്കെ ഒരു വിങ് ബാക്ക് ആയിട്ടാണ് കളിക്കുക, ഫുൾ ബാക്ക് ആയിട്ടല്ല.
പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച നെസ്റ്റോർ ഇറാൻകുണ്ട്, അവരുടെ ഫോർവേഡ് നല്ല സ്പീഡുള്ള ഫോർവേഡാണ്. പക്ഷെ അധികം ബോള് കിട്ടാൻ സാധ്യതയില്ല ഓസ്ട്രേലിയക്ക്. പിന്നെ ഗോൾ അടിക്കാത്തൊരു ടീം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 3 കളിയിൽ 2 ഗോളാണ് അടിച്ചത്. ഏറ്റവും കുറച്ച് ചാൻസസ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ടീമും ഓസ്ട്രേലിയയാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഇത് ഈജിപ്റ്റ് ജയിക്കേണ്ട ഒരു കളിയാണ്. ഇതിൽ ആര് ജയിച്ചാലും നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അർജന്റീനയായിരിക്കും നേരിടേണ്ടി വരിക. അപ്പം അതൊരു പെറിഷ് എന്നുള്ള അവസ്ഥയിലേക്കല്ലേ പോകുന്നത്. പക്ഷെ അത് കളിക്കാർക്ക് ഒരു വലിയൊരു ഉത്തേജനവും കൂടിയാണ്. ഇപ്പൊ ഒരു മെസ്സിക്കെതിരെ കളിക്കാൻ പറ്റുക. ഇപ്പൊ സാലയ്ക്കൊന്നും ഇനി അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഏത് കളിക്കാരനായാലും അവർക്ക് ഈ ഒരു ലോകകപ്പ് പോലത്തെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ ടീമുകൾക്ക് എതിരെയാണ് കളിക്കേണ്ടത്. ജയിച്ചാലും തോറ്റാലും അപ്പോഴാണ് ലോകം മുഴുവൻ നിങ്ങളുടെ കളി ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു കളി കൊളംബിയയാണ്, കൊളംബിയ ഖാന. അതും ഗംഭീരമായ ഒരു കളിയായിരിക്കും. കാരണം ഏത് രീതിയിൽ ഖാന അഡ്വാൻസ് ചെയ്ത് വന്ന രീതിയും കൊളംബിയ ആണെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് വളരെ കൃത്യമായിട്ട് ഒരു തുല്യത പാലിച്ചുകൊണ്ട് അല്ലേ എല്ലാ കളികളിലും നന്നായിട്ട് നല്ല നിലവാരത്തിലാണ് കളിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കളി ദിലീപ് എങ്ങനെയാ അതിന് കാണുന്നത്? അത് ഗാനയുടെ സഫ് ബോളിന്റെ എതിരെ ഇവർക്ക് നന്നായി കളിക്കേണ്ടി വരും. പക്ഷെ ഗാന ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയയുടെ കാര്യം പറഞ്ഞ പോലെ ആകെ 2 ഗോളേ അടിച്ചിട്ടുള്ളൂ. സെമന്യോന് അധികം ഷോട്ട് തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് മെയിൻ ആയിട്ടൊരു കാരണം മിഡ്ഫീൽഡിൽ നിന്ന് സർവീസ് ഇല്ല. അത് അവർ അത്രയും ഒരു അൾട്രാ ഡിഫെൻസീവ് ഒരു സെറ്റപ്പിൽ എങ്ങനെങ്കിലും കൗണ്ടർ അറ്റാക്കിൽ കുറച്ച് ചാൻസ് കിട്ടാൻ നോക്കുന്ന ഒരു ടീമാണ്. പക്ഷെ അത് കൊളംബിയയുടെ എതിരെ അത് ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ ഇവരുടെയൊക്കെ കേപ്പ് വെർഡയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ 90 മിനിറ്റ് നിങ്ങൾക്ക് ഈ ലോകകപ്പിൽ ഡിഫെൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ക്ലൈമറ്റും ഒക്കെ ഒരു കാരണം. പിന്നെ ഇവർക്ക് അത്രയും നല്ല കളിക്കാരുണ്ട്. ഇപ്പൊ വൈഡായിട്ട് ലൂയിസ് ഡിയാസ് ആയാലും ഫുൾ ബാക്സ് മുജിക്കെ, മറ്റേ ഡാനിയൽ മുനിയോസ്, പിന്നെ ജോൺ ആരിയസ് ഭയങ്കരമായിട്ട് കളിച്ചു പോർച്ചുഗലിനെതിരെ. ഹാമസ് റോഡ്രിഗസ് ഇത്രയും പ്രായമായിട്ടും ഏറ്റവും ലൈൻ ബ്രേക്കിംഗ് പാസ് കളിച്ചിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ഒരാൾ ഈ ലോകകപ്പിൽ ഹാമസ് ആണ്. അപ്പൊ പല ഭാഗത്തു നിന്നും അവർക്ക് ത്രെറ്റ്സ് ഉണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് തോന്നുന്നില്ല അധികം ഗോളൊന്നും ഉണ്ടാവില്ല. പക്ഷെ കൊളംബിയ ജയിക്കേണ്ട 1-2 ഗോളിന് ജയിക്കേണ്ട കളിയാണ്. ഇതില് മുന്നോട്ട് പോകുന്ന സമയത്തെ കൊളംബിയ ആണ് ജയിക്കുകയെങ്കിൽ പോലും കൊളംബിയയുടെ ഈ കഴിഞ്ഞ ലോകകപ്പുകളിലൊക്കെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കാലത്ത് കൊളംബിയ എന്നുള്ളത് നമ്മൾ നിരന്തരം ഡിസ്കസ് ചെയ്യുന്ന ഒരു ടീമായിരുന്നു. പക്ഷെ ഈ ലോകകപ്പിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ദിലീപ്? ഇതുവരെയുള്ള കളി കണ്ടുവച്ചിട്ടൊരു ഡാർക്ക് ഹോഴ്സ് ടീമായിട്ട് തോന്നുന്നത് കൊളംബിയാണ്. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു സംശയം അവരുടെ സെൻട്രൽ ഡിഫൻഡേഴ്സിനെ പറ്റിയിട്ടാണ്. ഡാവിൻസൺ സാഞ്ചസ് ഒക്കെ ഇംഗ്ലണ്ടിൽ കളിച്ചിരുന്നപ്പോൾ വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നാഷണൽ ടീമിന്റെ കൂടെ സാഞ്ചസും ലുക്കുമിയും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട്. പിന്നെ അവരുടെ ഫുൾ ബാക്സ് വളരെ മികച്ച ഫുൾ ബാക്സ് ആണ്. നല്ല വെറൈറ്റി ഉള്ള ഒരു മിഡ്ഫീൽഡ് ഉണ്ട്. നല്ല വൈറ്റ് പ്ലെയേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അവര് ശരിക്കും ശ്രദ്ധിക്കുക. അവര് പോർച്ചുഗലിനെതിരെ അത് തെളിയിച്ചു. ഒരു ടോപ്പ് ടീമിനെ അവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആർക്കും അവരെ ഫേസ് ചെയ്യാൻ വലിയ സന്തോഷം ഉണ്ടാവില്ല. സ്പെയിൻ ഓസ്ട്രിയ കളിയിൽ നമ്മൾ പറഞ്ഞ പോലെ സ്പെയിൻ തന്നെ ഭയങ്കരമായ മുന്നേറ്റവും നല്ല അടക്കവുമുള്ള കളിയായിരുന്നു. സ്പെയിൻ തന്നെ ജയിക്കേണ്ടതായ കളിയാണ്. അതിലൊന്നൊരു ചർച്ചയ്ക്കും സാധ്യതയില്ല. പക്ഷേ മാർക്ക് കുക്കുറെല്ലയുടെ ആദ്യത്തെ ഗോളല്ല, അത് ഡിസലോഡ് ആയിരുന്നു. അത് എന്തുകൊണ്ടാണ്? അത് ശരിക്കും സാധാരണ ഫുട്ബോൾ കാണുന്ന ആൾക്കാർക്ക് എനിക്കൊക്കെ ഭയങ്കര സംശയം ഉണ്ടായി അതിനകത്ത്. അത് ഗോൾ കീപ്പറുടെ ഇതായിരുന്നില്ലേ, ഫൗളായിരുന്നില്ലേ? അതിപ്പോ എനിക്കിപ്പോ കൺഫ്യൂഷൻ അതാണ്. ഇപ്പൊ യർഗൻ ക്ലോപ്പ് ഇതിനെപ്പറ്റി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഗോൾ കീപ്പറുടെ അടുത്ത് പോകുമ്പോഴേക്കും ഫൗള് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അത് ഞാൻ റെഫറീസിനെ കുറ്റം പറയല്ല, കൊളീനെ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അതാണ്. ഇപ്പൊ റെഫറിയുടെ അധികം അടുത്ത് പോയി കഴിഞ്ഞാൽ ഫൗള് കൊടുത്തോളണം. അതാണ് നമ്മളിപ്പോ പല കളിയിലും കണ്ടിട്ടുള്ളത്. ക്ലോപ്പ് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ ആർസണൽ ഒരിക്കലും ഇംഗ്ലീഷ് ചാമ്പ്യന്മാരാവില്ലായിരുന്നു. അവരുടെ പല ഗോളും ഈ ഒരു അപ്രോച്ചിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഇത് ഈ റൂൾസിൽ ഒരു യൂണിഫോമിറ്റി ഇല്ല. ഓരോ ലീഗിലും ഓരോ രീതിയിലാണ് ഇത് നടപ്പിലാക്കേണ്ടത്. ഇപ്പൊ ലോകകപ്പിന് വരുമ്പോ വേറൊരു രീതിയിൽ. അപ്പൊ ഇത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഇത് അനുവദിക്കാൻ പാടില്ല, ഗോൾ കീപ്പറെ ക്രൗഡ് ചെയ്യേണ്ടത്. അതിപ്പോ ഏത് ലീഗിലായാലും അന്താരാഷ്ട്ര മാച്ചിലായാലും. അത് പിന്നെ ഫുട്ബോൾ നിങ്ങൾ റഗ്ബി ആക്കി മാറ്റുകയാണ്, അതാക്കരുത്. അപ്പൊ അത് പക്ഷെ എല്ലാ ലെവലിലും ആ റൂൾസ് മാറ്റണം, അത്രേ ഉള്ളൂ. ഈ ഒയസബാൽ എന്നുള്ള കളിക്കാരൻ ഇന്നലെ ദിലീപ് പറയുന്നുണ്ടായിരുന്നു. കാരണം പുതിയ
താരങ്ങളുടെ ഉദയമായിരിക്കും ഇന്നലെയൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ മാത്രമല്ല മൂപ്പര് 2 ഗോൾ ഉണ്ടല്ലോ ഇന്നലെ. അപ്പം ഈ രീതിയിൽ ഒരു പുതിയ സ്പാനിഷ് താരം ഉദയം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഗോൾഡൻ ബൂട്ടിന് വേണ്ടി താരം എന്ന് അല്ല പറയാൻ അങ്ങനെയല്ല, ഈ കളിയിൽ അങ്ങനെ ഒരു താരോദയം ഉണ്ടാകുന്ന സമയത്ത് ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഇതിലേക്ക് സ്പെയിനിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരികയാണ്. എങ്ങനെയാണ് ഇന്നലത്തെ കളിയിൽ ഇദ്ദേഹത്തിന്റെ കളി? ഒയാർസബാൽ ശരിക്കും എനിക്കൊരു വളരെ ഒരു അതിശയമായി തോന്നിയിട്ടുള്ള ഒരു കളിക്കാരൻ. എന്ന് വെച്ചാൽ ഒരു വൺ ക്ലബ് മാനാണ്. അതെനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു കാര്യം. ഈ പല കളിക്കാരും പൈസയുടെ ഒരു നോട്ട് കാണുമ്പോഴേക്കും അവർ തല തിരിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയി. നിങ്ങളുടെ നാട്ടിലത്തെ നിങ്ങളുടെ ക്ലബിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അതിപ്പോ വളരെ ചുരുക്കം കളിക്കാരെ അത് ചെയ്യുന്നു. അപ്പൊ റിയൽ സോസിഡാഡിന്റെ കൂടെയാണ് മുഴുവൻ കരിയറും കളിച്ചിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം 29 വയസ്സൊക്കെ ആയി. പക്ഷെ ഇതുവരെ ഒരു സീസണിൽ പോലും നമ്മളിപ്പോ നമ്മുടെ മനസ്സിൽ ഒരു ടോപ്പ് സ്ട്രൈക്കർ എന്താന്ന് ആരോട് ചോദിച്ചാലും ഒരു സീസൺ 20 ഗോൾ അടിക്കണ ആള്. അതിപ്പോ സാലെ ആയാലും ഹാരി കെയ്ൻ, മറ്റേ എംബാപ്പെ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇവരൊക്കെ എല്ലാ സീസണും 20 ഗോൾ അടിക്കുന്ന, അത് കരീം ബെൻസമ, ഇവരൊക്കെ അത് ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ഒരു ഇതാണ്. ഒയാർസബാൽ ഒരൊറ്റ സീസണിൽ പോലും 20 ഗോൾ അടിച്ചിട്ടില്ല. മാക്സിമം 18 ഈ കഴിഞ്ഞ സീസണിൽ. അതിൽ 15 ഗോള് ലീഗിലായിരുന്നു. പക്ഷെ സ്പെയിനിന് കളിക്കാൻ വരുമ്പോൾ ഭയങ്കര സ്കോറിംഗ് റേറ്റ്. 57 കളിയിൽ 29 ഗോള്. അത് പണ്ടത്തെ റൗൾ ഗോൺസാലസ് ഒക്കെ 102 കളിയിൽ 44 ഗോൾ അടിച്ചിട്ടേ ഉള്ളൂ. ടോറസ് 100-ലധികം കളി കളിച്ചു, 38 ഗോൾ അടിച്ചിട്ടുള്ളൂ. ഇതിൽ നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് എനിക്ക് ഓർമ്മയുള്ളത് ഡേവിഡ് വിയ 98 മാച്ചിൽ 59 ഗോൾ അടിച്ചു. പക്ഷെ ഇതൊരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കറുടെ സ്ട്രൈക്ക് റേറ്റ് ആണ് സ്പെയിനിന് കളിക്കുമ്പോൾ. പക്ഷെ ക്ലബിന് കളിക്കുമ്പോൾ നമുക്കത് തോന്നില്ല ഇയാളൊരു വേൾഡ് ക്ലാസ് പ്ലെയർ ആണ്. അതുപോലെ തന്നെ ഗോൾ കീപ്പറുടെ ഇതും ഒന്ന് പരാമർശിക്കേണ്ടതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം സ്പെയിൻ ഗോൾ അത്ര വഴങ്ങിയിട്ടില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ മീഡിയ ഒന്നും അങ്ങനെ ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല, കാരണം സ്പാനിഷ് ഗോൾ കീപ്പറെ പറ്റി. പക്ഷെ ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോ ഈ എന്താ പറയാ, സ്പാനിഷ് ഡിഫൻഡറെ പറ്റി ഇന്നലെ ഒരാൾ എനിക്ക് ജോക്ക് അയച്ചെന്ന്, UK-ലാണെങ്കിൽ മറ്റേ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് ഓഫീസിൽ പോയിട്ട് വല്ലതും ചെക്ക് വാങ്ങാന്ന്. ഇന്നലെ 43-ാമത്തെ മിനിറ്റിലാണ് ആദ്യം സ്പെയിനിന്റെ ബോക്സിൽ ബോൾ തൊടുന്നത്. ആകെപ്പാട് 11 ടച്ച് ആയിരുന്നു ഉണ്ടായിരുന്നു ആ 90 മിനിറ്റ്. പക്ഷെ ബോള് കിട്ടുന്നില്ല. ഞാൻ അവരെ പറയല്ല, അവര് 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കളിക്കാര് സൈഡ് ലൈനിൽ നിന്ന് കിതക്കിയായിരുന്നു. എന്നുവെച്ചാൽ ഇത് നിഴലിന്റെ പുറകെ ഓടുന്ന പോലെ ബോൾ അവര് കാണുന്ന പോലും ഇല്ല. അപ്പോൾ ഇന്നലത്തെ കളി ദിലീപ് ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇന്നലത്തെ കളി ഡിഫൈൻ ചെയ്യും സ്പെയിനിന്റെ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്കാനാണ്. അതിൽ നിന്ന് ദിലീപിന് എന്തെങ്കിലും കൂടുതൽ, ഇപ്പൊ ഫ്രാൻസിനെ പറ്റി പറഞ്ഞ പോലെ സ്പെയിൻ്റെ അകത്ത് എന്തെങ്കിലും കൂടുതൽ പ്രതീക്ഷയുണ്ടോ? യമാലിന്റെ ഒക്കെ കളി, ഇന്നലത്തെ യമാലിന്റെ നല്ല ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് യമാലിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഫിനിഷിങ് തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യാം. ഓവറോൾ പെർഫോമൻസും കുറച്ചൊക്കെ ഇന്നലേക്ക് അനാവശ്യമായിട്ട് 1-2 ഡ്രിബിളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലും സ്പെയിനിന് ഇനിയും ഒരു 20% ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ബെഞ്ചും ഉണ്ട്. ഇപ്പൊ നിക്കോ വില്യംസ് ഒന്നും ഇതുവരെ ഈ ലോകകപ്പിൽ ഒരു കാര്യമായിട്ടൊരു റോള് പോലും വന്നിട്ടില്ല. പിന്നെ ഇന്നലെ ബെഞ്ചിൽ ഇരിക്കണ്ടായിരുന്ന മാർട്ടിൻ സുബ്മെൻഡി ഒക്കെയാണ്. അപ്പൊ അവർക്ക് റൊട്ടേറ്റ് ചെയ്യാൻ അനേക ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇന്നലെ കളിച്ച പോലെ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മിക്ക ടീംസിനും അവരുടെ എതിരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പോർച്ചുഗലിന്റെ കളിയിൽ ഇന്നലെ വലിയ പരാതി തീർന്നു. റൊണാൾഡോയുടെ പെനാൽറ്റി ആണെങ്കിലും ആ ഗോൾ വന്നതോടുകൂടിയിട്ട്. എന്നാലും അതിനകത്ത് ഒരു പോർച്ചുഗൽ ആധിപത്യം ഉണ്ടെങ്കിൽ പോലും ആ കളി ഒരു നല്ല ചാൻസസ് ക്രൊയേഷ്യക്കായിരുന്നു. മാത്രമല്ല ഇന്നലെ അത് വലിയൊരു ആരോപണം വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, ഞാനിപ്പം ഈ റിവ്യൂസ് കംപ്ലീറ്റ് വായിച്ചു നോക്കുമ്പം ഒരു വാർ റിഡൺ ഫുട്ബോൾ എന്നുള്ള രീതിയിൽ ഒരുപാട് വാർ ഡിസിഷൻസ് ആയിരുന്നു. അത് ശരിക്കും പിന്നെ റഫറിയുടെ ഒരു കഴിവുകേടാണോ, അല്ല എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഒരു ഗൂഢാലോചന? അല്ല, റൂൾസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ റഫറിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ അധികം വിമർശനം വന്നിട്ടുള്ളത് ഈ അവസാനം ക്രൊയേഷ്യ അടിച്ചു എന്ന് വിചാരിച്ച ഗോള് വാർ അല്ല എന്ന് പറയുന്നു. അത് ആദ്യത്തെ ക്രോസ് വരുമ്പോ ഈ കളിക്കാരൻ ഓഫ് സൈഡ് അല്ല. പക്ഷെ ആ രണ്ടാമത്തെ കളിക്കാരൻ അത് ഫ്ലിക്ക് ചെയ്തപ്പോഴേക്കും ഇയാൾ ഓഫ് സൈഡ് പൊസിഷനിലേക്ക് എന്നിട്ടാണ് സ്ക്വയർ ബോള് ഗ്വാർഡിയോള കൺവേർട്ട് ചെയ്യുന്നത്.
അപ്പൊ ഇപ്പോഴത്തെ ബോളിൽ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട് അഡിഡാസ്. അത് മറ്റേ ക്രിക്കറ്റിലത്തെ സ്നിക്കോമീറ്റർ പോലെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പർ രജിസ്റ്റർ ചെയ്യും. അത് ഈ ഓഫ് സൈഡ് ഡിസിഷൻ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ച ചിപ്പാണ്. എന്ന് വെച്ചാൽ ബോള് എപ്പോ തൊട്ടു എന്നനുസരിച്ചിട്ട് അവർക്ക് വരയ്ക്കാൻ വേണ്ടി ഓഫ് സൈഡിന്. പക്ഷെ ഇത് ഒരാള് അയാളുടെ തലയിൽ തൊട്ടുവെന്ന് നമുക്കത് കാരണം പറയാൻ പറ്റും. അപ്പൊ അതനുസരിച്ചിട്ട് ആ സ്നിക്കോമീറ്റർ പറയുന്നത് ഇയാളുടെ ബോൾ ഇയാളുടെ തല ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് നോക്കുമ്പോ എന്റെ കണ്ണ് വെച്ചിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അത്. പക്ഷെ അവര് പറയുന്നത് ചിപ്പിൽ ആ സ്പൈക്ക് കാണാനും പറ്റുന്നുണ്ട്, ആ റീപ്ലേയിൽ ആ സ്പൈക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പൊ ആ എവിഡൻസ് ഉള്ളപ്പോ റെഫറിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തൊട്ടൂന്നാണെങ്കിൽ അത് ഓഫ് സൈഡ് ആണ്. പോർച്ചുഗൽ കളിക്കാരന്റെ തലയിലും തൊട്ടു, അത് പക്ഷെ ഇന്റൻഷണൽ ടച്ച് അല്ല, അപ്പൊ അത് കൗണ്ട് ചെയ്യുന്നില്ല. ഈ ഇത്തരത്തില് നമ്മളിപ്പോ ഒരു ചിപ്പ് ബേസ്ഡ് ഒക്കെ ആയിട്ട് ഇപ്പം ക്രിക്കറ്റിൽ പിന്നെയും അതൊരു അങ്ങനെയാണല്ലോ. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൺസ്ട്രക്റ്റഡ് ഗെയിം എന്നൊക്കെ രീതിയിൽ നമുക്ക് വേണോ കാണാൻ പറ്റും. പക്ഷെ ഫുട്ബോളിന്റെ ഒരു അതിന്റെ ഒരു ഫ്ലുവൻസി, അതിന്റെ ഒരു റിതം, ഇതിനൊക്കെ ഇത്തരത്തിലുള്ള ഈ ഇന്റർഫിയറൻസ് ഇടപെടലുകൾ പ്രശ്നമാക്കും. കാണാൻ ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ ഒരു ലോകകപ്പ് ഫൈനലാണ് എന്ന് വിചാരിക്കും. ഇത് ഇങ്ങനത്തെ ഒരു തീരുമാനം കാരണം ഒരു ടീമിന് കപ്പ് പോകണു. അത് പണ്ട് നടന്നിട്ടുണ്ട്. ഇപ്പൊ 66 ഫൈനലിൽ ഇംഗ്ലണ്ടിന്റെ അവസാനത്തെ ഗോള് ഓഫ് സൈഡ് ആണെന്ന് ഇപ്പൊ നിങ്ങൾ ഏത് ആംഗിൾ നിന്നുള്ള റീപ്ലേ നോക്കിയാലും ജെഫ് ഹേഴ്സ്റ്റ് ഓഫ് സൈഡ് ആണ്. പക്ഷെ ആ റഷ്യൻ റെഫറിക്ക് ജർമ്മനിയോട് യുദ്ധത്തിന്റെ കാലത്തെ വൈരാഗ്യം കാരണം കൊടുത്തില്ല എന്നൊക്കെയാണ് കൺസ്പിറസി തിയറി. പക്ഷെ അതിപ്പോഴും അതിനെപ്പറ്റി ജർമ്മൻസ് സംസാരിക്കുന്നുണ്ട് 60 കൊല്ലത്തിന് ശേഷം. അതുപോലെ മാറഡോണയുടെ അതും അങ്ങനെ പല എക്സാമ്പിൾസ് ഉണ്ട് കളിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു മിസ്റ്റേക്ക് കാരണം ഒരു ലോകകപ്പ് തീരുമാനം ആവരുത്. അപ്പൊ രണ്ടു വശവും നമ്മൾ കാണണം. ഈ ലൂക്കോം മോഡ്രിച്ചും റൊണാൾഡോയും കൂടിയുള്ള അവസാനത്തെ ഒരു സംഘമുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ പ്രേമികൾ ശരിക്കും ഇവിടെ ഈ ചേരിതിരിഞ്ഞ് പോരാടുകയൊക്കെ ചെയ്യുന്ന ഫുട്ബോൾ പ്രേമികളൊക്കെ കാണേണ്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നു അല്ലേ? രണ്ട് വലിയ ലെജൻഡ്സ്, രണ്ടാളും ടീംമേറ്റ്സ് ആയിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ദിലീപിന് എന്ത് തോന്നിയത്? അത് നമ്മൾ ഇന്നലെ സംസാരിച്ചില്ലേ, അടുത്ത കാലത്ത് 21ാം നൂറ്റാണ്ടിൽ കളി കണ്ടിട്ടുള്ള രണ്ട് ഏറ്റവും വലിയ ലെജൻഡ്സ് തന്നെയാണ് ഇവരും മെസ്സിയും. പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട്, 5-6 പേരുണ്ട്. അതിലൊരാളുടെ അവസാനത്തെ കളിയായിരിക്കും നമുക്കറിയായിരുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു സങ്കടകരമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ മോഡ്രിച്ച് ഇപ്പൊ എത്ര 202 കളിയായിട്ട് കളിച്ചു, ക്രൊയേഷ്യക്ക് 29 ഗോൾ അടിച്ചു, ഒരു വേൾഡ് കപ്പ് ഫൈനല് കളിച്ചു, അനേക ചാമ്പ്യൻസ് ലീഗ് നേടി. അപ്പൊ ശരിക്കും എന്താ പറയാ, ഏറ്റവും എലിഗന്റ് ആയിട്ട് കളിച്ചിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ശരിക്കും ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഐ കാച്ചിങ് ഇതൊന്നും ചെയ്യണ്ടല്ല. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്തിരുന്ന ഒരു മിഡ്ഫീൽഡറാണ്. അപ്പൊ എല്ലാവർക്കും കളിയെ സ്നേഹിക്കണ ആർക്കും മോഡ്രിച്ചിനെ പറ്റി ഒരു മോശം അഭിപ്രായം ഉണ്ടാവില്ല. Camely Diamond and Gold, setting trends, Calicut. മറ്റൊരു കളി സ്വിറ്റ്സർലൻഡും അൾജീരിയയും തമ്മിലാണ്. അതിൽ അൾജീരിയ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. നമ്മൾ ഇന്ന് രാവിലെ കാണുന്ന സമയത്തൊക്കെ അൾജീരിയ ഒരു ഗോൾ അടിക്കുമോ എന്നുള്ള സംശയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ദിലീപ് പറഞ്ഞ പോലെ തന്നെ കളിയുടെ സ്ട്രക്ചർ വേറെ സംഗതിയാണല്ലോ. കാരണം നമ്മൾ എത്ര ഫോഴ്സ് ഉണ്ടായിട്ടും എത്ര ഓടി കളിച്ചിട്ടും ആ പേര് ഞാൻ ആൾക്കാർ പറയും എനിക്ക് അയാളുടെ ഏജന്റ് വല്ല പൈസ തന്നില്ല. പക്ഷെ മൻസാംബിയാണ് ആദ്യത്തെ ഗോള് ബോക്സിലേക്ക് ഡ്രൈവ് കട്ട് ബാക്ക് കൊടുത്ത് സെറ്റപ്പ് ചെയ്യുന്നത്. അൾജീരിയയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അൾജീരിയ ഇപ്പൊ ആഫ്രിക്കയുടെ ജർമ്മനിയായി മാറിയിട്ടുണ്ട്. വളരെ നീറ്റായിട്ടുള്ള കാണാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പാസിംഗ് ഇതൊക്കെ കളിക്കാൻ, പക്ഷെ ഒരു ടഫ്നെസ് ഇല്ല. ഒരു എന്താ പറയുക, ഒരു നോക്കൗട്ട് കളിയൊക്കെ കളിക്കണമെങ്കിൽ അത് ഇവിടെയും ജയിക്കണ കളികളാണ് നോക്കൗട്ട് മാച്ചസ്. അതിങ്ങനെ ഭംഗിയായിട്ടുള്ള ഫുട്ബോൾ കളിച്ചിട്ട് മാത്രം കാര്യമില്ല. ഈ രണ്ട് പ്രധാനപ്പെട്ട മിസ്റ്റേക്സ്, ആദ്യത്തെ ഗോളിന് റൈറ്റ് ബാക്ക് വേറെ എവിടെയാണ്, എന്നിട്ട് 34 വയസ്സായ സെന്റർ ബാക്കാണ് ഈ 20 വയസ്സായ പടക്കുതിര പോലത്തെ ഒരു കളിക്കാരനെ നിർത്താൻ നോക്കേണ്ടത്. അത് നടന്നില്ല. രണ്ടാമത്തെ മിസ്റ്റേക്കിന് അതേ റൈറ്റ് ബാക്ക് നേരെ പുറത്തേക്ക് ക്ലിയർ ചെയ്യണതിന് പകരം ഡാൻ എൻഡോയ്ക്ക് പാസ് ചെയ്ത് കൊടുക്കണം, എന്നിട്ടാണ് ഗോൾ അടിക്കണം. ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒരു നോക്കൗട്ട് റൗണ്ടിൽ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ തോൽക്കും.
ഇതിൽ നമ്മൾ തുടക്കത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അൾജീരിയൻ ടീമിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരാൾ സിദ്ധാന്റെ മകനായിട്ടുള്ള അതെ. ലൂക്ക സിദ്ധാനാണെന്നുള്ളത്. സിദ്ധാന്റെ ഈ കളി അവസാനിക്കുന്ന സമയത്ത് ഒരു ഗംഭീര സേവിലൂടെയാണ് ശരിക്കും സൈൻ ഓഫ് ചെയ്യുന്നത്. അതെ. അതെങ്ങനെ ഉണ്ടായിരുന്നു അത്? അപ്പോഴേക്കും പക്ഷെ കളി ഡിസൈഡ് ചെയ്യപ്പെട്ടു. ശരിക്കും ഒരു 5 ഗോൾ അടിക്കേണ്ടതാണ്. സ്വിറ്റ്സർലൻഡ് ഒരു ഓപ്പൺ ഗോൾ മിസ് ചെയ്തു, വേറെ 2 നല്ല ചാൻസസ് ഉണ്ടായിരുന്നു. ബാറ് തട്ടി, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. പക്ഷെ അത്രയും ചാൻസസ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇവര് തിരിച്ചൊരു ഗോൾ അടിക്കാൻ നോക്കുമ്പോൾ അത്രയും അത് 0-0 ആയിരുന്നപ്പോഴും അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഫുൾ ബാക്സ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം അതാണ്, മിഡ്ഫീൽഡേഴ്സ് കവർ ചെയ്തില്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മൻസാംബിയെ പോലത്തെ റണ്ണേഴ്സ് ഉള്ള ടീമിനെതിരെ വാർഗസും ആ സ്പേസ് നിരന്തരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു പ്ലാൻ ഇല്ലാതെ കളിച്ച പോലെയായിരുന്നു അൾജീരിയ. സാധാരണ നമ്മളിപ്പോൾ നാട്ടിൻപുറത്തൊരു കളിയൊക്കെ കാണുന്ന പോലെ ഒരു സ്ട്രക്ചർ ഇല്ലാതെ കാണാൻ ഭംഗിയായിരിക്കും, പക്ഷെ ഒരിക്കലും നിങ്ങൾ ഒരു കളി അങ്ങനെ ജയിക്കാൻ പോകുന്നില്ല.